നമ്മുടെ വണ്ടില്ലേ, നമ്മുടെ ഈ വണ്ടിന് ഒരു കഥയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിനല്ല, വണ്ടിന്റെ അതേ രൂപത്തില് വണ്ടിന്റെ അതേ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ വോൾക്സ് വാഗൺ ബീറ്റില് കാണിച്ചുതരാം. കണ്ടാ, ഇവനാണ് ആള് വണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് ഈ ഒരു കോലത്തില് ഈ ഒരു പേരിൽ ഇങ്ങനെ വരുന്നതിന് ഒരു കഥയുണ്ട്. എന്താന്നല്ലേ, ഇപ്പോൾ ജർമ്മൻ ഭരണാധികാരിയായിട്ടിരുന്ന നമ്മുടെ ഹിറ്റ്ലർ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരാണ്. തൻ്റെ ജനങ്ങൾക്ക് വളരെ പൈസ കുറവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു വണ്ടി വേണം എന്നുള്ളൊരു ആശയമായിട്ട് മുന്നോട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ ഫെർഡിനാൻഡ് പോർഷ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത്, ജർമ്മൻ എഞ്ചിനീയർ, ആളുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ആള് ചെല്ലുമ്പോൾ ഒരു സംഭവം ഉണ്ട്. ആളൊരു റാ എന്ന് പറയുന്ന ഒരു ഷേപ്പിൽ ബുക്കിൽ വരച്ചിട്ട് ഈ ഷേപ്പിൽ എനിക്ക് വണ്ടി വേണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബീറ്റിൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന വോൾക്സ് വാഗൻ്റെ ബീറ്റിൽ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ആള് ഉദ്ദേശിച്ച പോലെ ആ ഷേപ്പിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോൾക്സ് വാഗൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ്. അതായത് നമ്മുടെ വോൾക്സ് വാഗൻ്റെ ആദ്യത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബീറ്റിലാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 2019 വരെയാണ് അത് ഉണ്ടായിരുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഈ തുടങ്ങി 1938 മുതൽ ഈ 2019 വരെ എടുത്ത് നോക്കുകയാണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വണ്ടിയിൽ വരുത്തിയിട്ടില്ല. ഡിസൈനിലും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ അടുത്ത പ്രത്യേകത. ഇനിയിപ്പോൾ ഒരു റൂമറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2026 ആവുമ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രിക്കോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് മോഡലൊക്കെ ഇറങ്ങുമെന്നാണ് പറയണത്. അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ പോളോയും 2026 തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അതും ഉറപ്പില്ല. ചിലപ്പോൾ സംഭവിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോഡ ഒക്ടാവിയ RS 4th ജനറേഷൻ ഇറക്കിയിട്ടുണ്ടല്ലോ, അപ്പം അതേപോലെ ചിലപ്പോൾ സംഭവിക്കാം. വരട്ടെ എന്ന് ഞാനും ഇങ്ങനെ ആകാംക്ഷയിലിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ട വണ്ടി അല്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന വണ്ടി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോഡ ഫാബിയാണ്. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഫാബി അല്ല, അത് നമ്മുടെ സ്പോർട്ട് എഡിഷൻ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫാബിയ RS റാലി, അതാണ് വരണ്ട. അവൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് സീനാവും. എനിക്ക് തോന്നുന്നു അവനെ ഇറക്കാണ്ട് വിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പോളോ കത്തി നിൽക്കുക. അപ്പോൾ ഒരു പക്ഷേ ഇത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളോയുടെ ഡിമാൻഡ് പോവും. അത് കാരണം കൊണ്ടാണോ എന്ന് എനിക്ക് തോന്നിയത് കേട്ടാ. അതാണ് ഒരു സംശയം. എന്തായാലും വരട്ടെ, വന്ന സീനാവും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കോഡ തന്നെ 2nd ജനറേഷൻ്റെ നമ്മുടെ ലോറൻ ഇറക്കി വിട്ടു, റാലി എഡിഷൻ. അതേപോലെ വരാം, വന്നാൽ അവൻ കത്തിക്കും, ഉറപ്പാണ്.